ഞാൻ സലീമ സാജിദ്. കൗൺസിലിംഗ് ക്യാപ്സൂളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലമുറകൾ മാറുമ്പോൾ മനുഷ്യന്റെ ചിന്താഗതികളിലും ജീവിത ശൈലികളിലും മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക ജനറേഷനെ കുറിച്ചാണ്. ലോകം അവരെ ജെൻസി എന്ന് വിളിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം ജെൻസികളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇന്നത്തെ ജെൻസി തലമുറയും അവരുടെ മാതാപിതാക്കളും തമ്മിൽ ചിന്താഗതികളിലുള്ള വ്യത്യാസം മുൻപുള്ള കാലങ്ങളിലേക്കാൾ വളരെ കൂടുതലാണ്. ടെക്നോളജിയുടെ അതിവേഗ വളർച്ചയും സാമൂഹിക മാറ്റങ്ങളും ഈ ജനറേഷൻ ഗ്യാപ്പ് വർദ്ധിപ്പിച്ചു. ഇത് മാതാപിതാക്കളിൽ കടുത്ത മാനസിക വിഷമങ്ങളും ആശങ്കകളും സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഗ്യാപ്പ് കുറക്കാനും ജെൻസി കുട്ടികളെ ശരിയായി മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഇത്തരം ഗ്യാപ്പുകളെ ഒരു പരിധിവരെ കുറക്കാൻ നമുക്ക് കഴിയും. യഥാർത്ഥത്തിൽ ജെൻസികൾ ആരാണ്? എന്താണ് അവരുടെ പ്രത്യേകതകൾ? അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? 1997, 2012 കാലഘട്ടങ്ങളിൽ ജനിച്ചവരെയാണ് ജെൻസികൾ എന്ന് നാം വിളിക്കുന്നത്. മുതിർന്ന തലമുറ ജീവിച്ച സാഹചര്യങ്ങളിലല്ല ഈ തലമുറ വളർന്നു വരുന്നത്. ജനിച്ച കാലം മുതൽക്കേ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും കണ്ടു വളർന്നവരാണിവർ. ഇവയെല്ലാം ജീവിതത്തിന്റെ ഒരു സ്വാഭാവികമായ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ തലമുറയാണിവർ. സൗകര്യങ്ങളുടെ നടുവിൽ വളർന്നവരെന്ന് ലോകം വിളിക്കുന്ന തലമുറയാണ് ജെൻസികൾ. അവർ ജനിച്ചത് തന്നെ ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണുകളുടെയും ലോകത്തേക്കാണ്. പക്ഷെ പുറമേ കാണുന്ന ഈ ആഡംബരങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ ജെൻസികൾ ആരാണ്? വെറും റീലുകളും ട്രെൻഡുകളും മാത്രമാണോ അവരുടെ ലോകം? ഒരിക്കലും അല്ലെന്നാണ് അവർ നമ്മോട് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരം പരാതികൾ മിക്ക വീടുകളിലും ഇന്ന് നാം കേൾക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സിനെയും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്നത്. ഇതൊരു പുതിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ടെക്നോളജിയുടെയും സാമൂഹ്യ മാറ്റങ്ങളുടെയും വേഗത കാരണം ഈ ഗ്യാപ്പ് മുൻപെങ്ങും ഇല്ലാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുൻപത്തെ തലമുറകൾക്ക് ഇവരെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ജെൻസികൾക്ക് നിരവധി ക്വാളിറ്റികളുണ്ട്. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ മാറ്റങ്ങളെ ഭയപ്പെടുന്നില്ല എന്നതാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ജെൻസി എന്നാൽ ലേസിയാണ്, കമ്മിറ്റ്മെന്റ് ഇല്ല, ഒന്നിലും സ്ഥിരതയില്ല എന്നൊക്കെ. എന്നാൽ മുൻപ് ആരും എനിക്ക് ആങ്സൈറ്റിയാണ് എന്ന് പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഞാൻ ഇന്ന് മെന്റലി ടയേർഡാണ്, എനിക്കൊരു ബ്രേക്ക് വേണം. ഇത്തരം കാര്യങ്ങളെല്ലാം ആദ്യമായി ഉറക്കെ പറഞ്ഞത് ഈ തലമുറയാണ്. ഇതൊരു വീക്ക്നെസ് അല്ല, തങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള കഴിവാണത്. എനിക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട് എന്നൊക്കെ തുറന്നു പറയാൻ ഇവർക്ക് മാത്രമേ ധൈര്യമുണ്ടായിട്ടുള്ളൂ. മുൻപത്തെ തലമുറയെല്ലാം അതെല്ലാം ഉള്ളിലൊതുക്കി ഡിപ്രഷൻ പോലും ഒരു വീക്ക്നെസ് ആയി കണ്ടപ്പോൾ ജെൻസി അതിനെ നോർമലൈസ് ചെയ്തു. തങ്ങളുടെ തോട്ട്സും ഫീലിംഗ്സും ഒന്നും തുറന്നു പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണമെന്നതാണ് ജെൻസിയുടെ മറ്റൊരു പ്രത്യേകത. മാറ്റങ്ങൾ പെട്ടെന്ന് വരണം. സത്യസന്ധമായ പെരുമാറ്റമായിരിക്കും ജെൻസികൾക്ക്. അവർക്ക് അഭിനയം ഇഷ്ടമല്ല. മനസ്സിലുള്ളത് പുറത്തു കാണിക്കാതെ പുറമേക്ക് ചിരിക്കാനും സന്തോഷം അഭിനയിക്കാനും അവരെ കിട്ടില്ല. മുഖസ്തുതി പറയുന്നതിനേക്കാൾ തെറ്റുകൾ തുറന്നു പറയുന്നവരെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. സാമൂഹികമായ പ്രതിബദ്ധതയും ഇവർക്ക് കൂടുതലാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ, ലിംഗസമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവയിലെല്ലാം ഇവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ബോസ് പറയുന്നത് അപ്പടി അനുസരിക്കണമെന്ന് ജെൻസി വിശ്വസിക്കുന്നില്ല. അതിനെ ബഹുമാനക്കുറവായി കാണേണ്ടതില്ല. അത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനുള്ള അവരുടെ ധൈര്യമാണ്. സ്വന്തം സമയത്തിന്റെ വില അറിയുന്നവരാണ് ജെൻസികൾ. ഓഫീസ് സമയം കഴിഞ്ഞാൽ കാളെടുക്കാൻ മടിയില്ലാതെ സോറി, ഇതെന്റെ സ്വകാര്യ സമയമാണ് എന്ന് പറയാൻ ജെൻസിക്ക് കഴിയും. ഇത് ഒരു അനാദരവായി കാണേണ്ടതില്ല. സ്വന്തം സമയത്തിന്റെ വാല്യൂ അറിയുന്നവരാണ് ഇക്കൂട്ടർ. തുറന്ന മനസ്സും സത്യസന്ധതയുമാണ് ഇക്കൂട്ടരുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട് ഇക്കൂട്ടർക്ക്. ജാതിയോ മതമോ നിറങ്ങളോ ഒന്നും നോക്കാതെ ആളുകളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന സ്വഭാവം ജെൻസികളിൽ കൂടുതലായി കണ്ടുവരുന്നു. അവൻ വേറെ പശ്ചാത്തലത്തിൽ നിന്നാണ് എന്നതൊന്നും ഒരു പ്രശ്നമായി അവർ കാണുന്നില്ല. സ്വന്തം ഹെൽത്തിന്
ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവരാണ് ജൻസികൾ. രാവും പകലും അധ്വാനിക്കണമെന്ന പഴയ ചിന്താഗതിയൊന്നും ഇക്കൂട്ടർക്കില്ല. അതവർ ധൈര്യമായി ആരുടെ മുഖത്തു നോക്കി പറയുകയും ചെയ്യും. ഉറക്കം കളഞ്ഞ് പണിയെടുക്കുന്നതിനേക്കാൾ ഞാൻ ടയേർഡാണെങ്കിൽ റെസ്റ്റ് എടുക്കും എന്ന ആരോഗ്യകരമായ മെന്റാലിറ്റിയാണ് ഇവർക്കുള്ളത്. ഒരു ജോലി മാത്രമല്ല ജീവിതം എന്ന് വിശ്വസിക്കുന്നവരാണ് ജൻസികൾ. സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യവും ഇക്കൂട്ടർക്കുണ്ട്. ക്വാളിറ്റികൾ ഏറ്റവും കൂടുതലുള്ള തലമുറയാണ് ജൻസികൾ എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരുപാട് മെന്റൽ സ്ട്രെസ്സും അവർ അനുഭവിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് സോഷ്യൽ മീഡിയ കമ്പാരിസൺ. അവൻ ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും നേടി, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എവിടെയും എത്തിയിട്ടില്ല. ഇത്തരം നിരന്തരമായ താരതമ്യപ്പെടുത്തൽ അവരിൽ മെന്റൽ സ്ട്രെസ് വർദ്ധിപ്പിക്കുന്നു. സക്സസിന് ഒരു നിശ്ചിത പ്രായപരിധി ഉണ്ടെന്ന ഒരു തെറ്റായ ധാരണ ഇന്നത്തെ യുവാക്കളിൽ വളരെ കൂടുതലാണ്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലെങ്കിൽ ഫോമോ എന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ആഡംബര ജീവിതവും സന്തോഷങ്ങളും കണ്ട് സ്വന്തം ജീവിതം പോരാ എന്നൊരു തോന്നൽ ഇക്കൂട്ടരിൽ ഉണ്ടാവുന്നു. ഇതവരിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളർത്തുന്നു. മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ജീവിതവുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊന്നും ശരിയാവുന്നില്ല എന്ന തോന്നൽ ശക്തമാവുന്നു. ഇത് വലിയ അളവിൽ മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു. കൂടെയുള്ളവൻ 21ാമത്തെ വയസ്സിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് കാണുമ്പോൾ താൻ പരാജയമാണോ എന്ന ചിന്ത അവരിലുണ്ടാവുന്നു. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അമിതമായ ആശങ്കയാണ് ജൻസികളിലുള്ള മറ്റൊരു പ്രധാന പ്രശ്നം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാങ്കേതിക വിദ്യകളും അതിവേഗം മാറുന്ന ഈ കാലത്ത് തങ്ങളുടെ ഫ്യൂച്ചർ സുരക്ഷിതമാണോ എന്ന ചിന്ത അവരിൽ വലിയ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ചിരിച്ചുകൊണ്ട് റീൽസും ചിത്രങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരു ജൻസി യുവാവ് തൊട്ടടുത്ത നിമിഷം തന്നെ തന്റെ കരിയറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി മൂലം മാനസികമായി തളർന്ന് മുറിയടച്ചിരിക്കുന്ന കാഴ്ച ഇന്ന് വളരെ സാധാരണമാണ്. ഉറക്കക്കുറവാണ് ഇക്കൂട്ടരിലെ ഏറ്റവും വലിയ പ്രശ്നം. രാത്രി വൈകുവോളം ഫോൺ നോക്കിയിരിക്കുന്ന ശീലം കൊണ്ട് പലർക്കും ശരിയായ ഉറക്കം കിട്ടാറില്ല. ഇത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നു. ഡിജിറ്റൽ ലോൺലിനെസ്, മെന്റൽ സ്ട്രെസ് എന്നിവയാണ് ജൻസികൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിലും റിയൽ ലൈഫിൽ അവരുടെ ഫീലിംഗ്സ്, തോട്ട്സ്, ഡിസപ്പോയിന്റ്മെന്റ്സ്, ഫിയർ, ആങ്സൈറ്റി എന്നിവയെല്ലാം ഷെയർ ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഓൺലൈനിൽ എത്ര കണക്ട് ചെയ്താലും യഥാർത്ഥ ജീവിതത്തിൽ തുറന്നു പറയാൻ ആരുമില്ല എന്നതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഫോണിൽ 1000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നതാണ് ഇക്കൂട്ടരുടെ അവസ്ഥ. ഇതവരെ ഒറ്റപ്പെടലിലേക്കും കടുത്ത ഏകാന്തതയിലേക്കും ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും നയിക്കുന്നു. ഇമോഷണൽ സെൻസിറ്റിവിറ്റിയാണ് ജൻസികളുടെ മറ്റൊരു പ്രശ്നം. ചെറിയ പരാജയങ്ങളോ വിമർശനങ്ങളോ പോലും ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കുകയില്ല. സൈബർ ലോകത്തെ ബുള്ളിയിങ്ങും പെട്ടെന്ന് ഇവരെ തളർത്തുന്നു. ഇത്തരം സമ്മർദ്ദങ്ങളും നിരാശകളും മെന്റൽ സ്ട്രെസ്സുകളും ഇവരെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് എളുപ്പത്തിൽ ആകർഷിക്കപ്പെടാൻ സാധ്യതയേറുന്നു. മാതാപിതാക്കളുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ജൻസികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം. മാതാപിതാക്കളോട് തുറന്നു സംസാരിക്കാൻ പല ജൻസികൾക്കും ബുദ്ധിമുട്ടാണ്. അവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഭയമാണ് ഇതിന് പ്രധാന കാരണം. ഇത് മറ്റ് സൗഹൃദങ്ങളിലേക്കോ ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലേക്കോ അവരെ ആകർഷിക്കുകയും അതിലവർ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. സ്വന്തം ഐഡന്റിറ്റി, മൂല്യങ്ങൾ, ജീവിത ലക്ഷ്യം എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു തലമുറയാണ് ജൻസി എന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രത്യേക ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. അത് പഴയ തലമുറയുടേതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. ജൻസി എന്നത് വഴിതെറ്റിപ്പോയ ഒരു തലമുറയല്ല. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭകളും ചിന്താശേഷിയുമുള്ള കൂട്ടരാണവർ. ഈ വീഡിയോ കാണുന്ന ജൻസികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മാറ്റം ആദ്യം വരേണ്ടത് പുറത്തുനിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളക്കട്ടെ. അവ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ, അതോടൊപ്പം നിങ്ങളുടെ കാലുകൾ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാങ്കേതിക വിദ്യയെ നിങ്ങളുടെ അടിമകളാക്കുക. നിങ്ങൾ അതിന്റെ അടിമകളായി മാറാതിരിക്കുക. ജീവിതം വിജയകരമാക്കാൻ ചില കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അങ്ങേയറ്റം ക്ഷമ വേണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതം ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് പോലെ
വേഗതയേറിയതല്ല. യഥാർത്ഥ വിജയത്തിന് ഒരുപാട് സമയമെടുക്കും. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കണം. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പെട്ടെന്ന് നടന്നില്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന സ്വഭാവമാണ് ജൻസികൾക്കുള്ളത്. ആ സ്വഭാവം തീർച്ചയായും നിങ്ങൾ മാറ്റണം. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് മുന്നേറാൻ സാധിക്കണം. പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോഴും പഴയ തലമുറയുടെ അനുഭവ സമ്പത്തിനെ തള്ളിക്കളയാതിരിക്കുക. അതിനെ പുച്ഛിച്ച് മാറ്റി നിർത്താതിരിക്കുക. ഓൺലൈൻ ലോകത്തിനപ്പുറത്തും ഓഫ്ലൈൻ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുക. ഡിജിറ്റൽ ലോകത്തിനപ്പുറത്ത് മനുഷ്യ ബന്ധങ്ങൾക്കും ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും നൽകുക. വിലയേറിയ കമന്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.